ഹായ് ഫ്രണ്ട്സ്, മാത്ത് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSE ക്ലാസ് 10ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിയൽ നമ്പേഴ്സ്. നമുക്കറിയാം ബോർഡ് എക്സാംസ് ഒക്കെ ഇങ്ങ് വരാറായി. അപ്പൊ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് കോൺസെപ്റ്റുകളും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിയൽ നമ്പേഴ്സ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ കുറച്ച് കോൺസെപ്റ്റുകൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. നമ്പേഴ്സ് പ്രൈം ഫാക്ടറൈസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് HCFും LCMും കണ്ടുപിടിക്കുക ത്രൂ പ്രൈം ഫാക്ടറൈസേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ഇറാഷണൽ പ്രൂവ് ചെയ്യുക. ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. √2 ഈസ് ഇറാഷണൽ, √3 ഈസ് ഇറാഷണൽ, അങ്ങനെ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒറ്റ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 140 ആൻഡ് 156. ഈ രണ്ട് നമ്പേഴ്സിനെയും അതിന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നോക്കി 140യുടെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 140 ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 140യെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നമുക്കറിയാം ഏറ്റവും ലീസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ 2 കൊണ്ട് 140യെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നോക്കിയേ, 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ലേ? 2 കൊണ്ട് 140 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 70 എന്ന് കിട്ടും അല്ലെ? 2 into 70 ആണ് 140. ഇനി വീണ്ടും എന്ത് ചെയ്യാം? ലീസ്റ്റ് പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 2 കൊണ്ട് 70 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര കിട്ടും? 35 എന്ന് കിട്ടും അല്ലെ? ഇനി നോക്കി, ഈ 35നെയും വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അടുത്ത പ്രൈം നമ്പർ ഏതാണോ ആ പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ 3 ആണ് അല്ലെ? 3 കൊണ്ട് 35നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 3 കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രൈം നമ്പർ വെച്ചിട്ട് നോക്കുക. 3 കഴിഞ്ഞുള്ള നെക്സ്റ്റ് പ്രൈം നമ്പർ 5 ആണ്. 5 കൊണ്ട് 35നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഇനി നോക്കുക, 7നെ ഏത് പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ 1 കിട്ടുന്നത് വരെ പ്രൈം ഫാക്ടറൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ലീസ്റ്റ് പ്രൈം നമ്പർ വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് കഴിഞ്ഞ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രൈം നമ്പർ എടുക്കുക. അങ്ങനെ അങ്ങനെ പോവുക. എന്നിട്ട് ലാസ്റ്റ് 1 കിട്ടുന്നത് വരെ ഫാക്ടറൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി നോക്കി, ഈ 140യെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി, 2 into 2 into 5 into 7 into 1 എന്ന് നമുക്ക് കിട്ടി അല്ലെ? കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതുമ്പോൾ 2 into 2 2 square into 5 into 7 എന്ന് കിട്ടി. ആൻസർ ആയില്ലേ? 140യെ അതിന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ? അടുത്തത് ഏതാണ്? 156 ആണ്. ഇതുപോലെ തന്നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 156നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര വരും? 78 എന്ന് വരും അല്ലെ? 78 എന്ന് കിട്ടത്തില്ലേ? 2 into 78 156. ഇനി 78നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര കിട്ടും? 39 എന്ന് കിട്ടും അല്ലെ? ഇനി നോക്കി, 39നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലെ? 39നെ 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. 3 into 13 അല്ലേ 39. അപ്പൊ ഇനി അടുത്ത എന്ത് ചെയ്യുക? 13നെ ഫാക്ടറൈസ് ചെയ്യുക. 13നെ 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് പറ്റത്തില്ല, 5 കൊണ്ട് പറ്റത്തില്ല, 7 കൊണ്ട് പറ്റത്തില്ല. എന്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ? 13 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ 156നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം?
ഈ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് 2 into 2 into 3 into 13 into 1. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 into 2 2 square into 3 into 13 ആയില്ലേ? 156നെയും നമ്മൾ എന്ത് ചെയ്തു? പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. ക്ലിയർ ആണോ? ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. HCF ആൻഡ് LCM ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷനിലൂടെ എങ്ങനെയാണ് HCFഉം LCMഉം കണ്ടുപിടിക്കുന്നത്? അപ്പോ HCF എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് കോമൺ ഫാക്ടേഴ്സ്. ഈ 2 ടേംസ് ഓർത്തിരിക്കുക. കോമൺ ഫാക്ടേഴ്സ് ആദ്യം കണ്ടുപിടിക്കുക. ഇപ്പൊ 2 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ കോമൺ ഫാക്ടേഴ്സിന്റെ തന്നെ സ്മോളസ്റ്റ് പവർ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ക്ലിയർ ആണോ? പലർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹയസ്റ്റ് പവർ ആയിരിക്കും എടുക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, സ്മോളസ്റ്റ് പവർ ആണ് എന്തിന്റെ മാത്രം? കോമൺ ഫാക്ടേഴ്സിന്റെ മാത്രം. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ നമുക്ക് HCF കണ്ടുപിടിക്കാം. അടുത്തത് LCM. എന്താണ് LCM? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഓൾ ഫാക്ടേഴ്സ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ഹയസ്റ്റ് പവർ ഓഫ് ഓൾ ഫാക്ടേഴ്സ്. ക്ലിയർ ആണോ? എല്ലാ ഫാക്ടേഴ്സിന്റെയും ഹയസ്റ്റ് പവർ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കിട്ടും. ക്ലിയർ ആണോ? ഇനി ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അതായത് എളുപ്പമാണ്. എയും ബിയും 2 നമ്പേഴ്സ്, അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിന്റെ LCMന്റെയും HCFന്റെയും കൂടെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഒന്നുമില്ല. പ്രോഡക്റ്റ് ഓഫ് A and B, A into B equal to HCF of A, B into LCM of A, B. 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിന്റെ HCFഉം LCMഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഈ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് the LCM and HCF of the following integers and verify that LCM into HCF equal to product of 2 numbers. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6,20. 6ഉം 20ഉം ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ്. ആദ്യം അതിന്റെ LCMഉം HCFഉം കണ്ടുപിടിക്കുക ത്രൂ പ്രൈം ഫാക്ടറൈസേഷൻ. അതിനുശേഷം ഈ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യുക. അപ്പൊ ആദ്യം 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാം. 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ, 6നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ? 3യെ എഗെയിൻ എന്തുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം? 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഈക്വൽ ടു 2 into 3 into 1 എന്ന് എഴുതാം അല്ലെ? അല്ലെങ്കിൽ 2 raised to 1 into 3 raised to 1 into 1 എന്ന് എഴുതാം. അടുത്ത എന്താണ്? 20 ആണ് അല്ലെ? 20യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 20യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് പറ്റത്തില്ലേ? 2 കൊണ്ട് അപ്പൊ 10 എന്ന് കിട്ടും. 10നെ എന്തുകൊണ്ട് തന്നെ പറ്റും? 2 കൊണ്ട് തന്നെ പറ്റും അല്ലെ? അപ്പൊ 2 കൊണ്ട് 10നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 5നെ ഇനി എന്തുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം? 5 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 20യെ എങ്ങനെ എഴുതാം? 20 ഈക്വൽ ടു 2 into 2 into 5 into 1 അല്ലെ? അതായത് 2 into 2 2 square into 5 raised to 1 into 1 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ
LCM-ഉം HCF-ഉം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് HCF കണ്ടുപിടിക്കാം. HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് കോമൺ ഫാക്ടേഴ്സ്. അപ്പൊ ആദ്യം ഇതിൽ രണ്ടിലെയും കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ്? 2 ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ. 3 കോമൺ ഫാക്ടർ ആണോ? അല്ല. 1 കോമൺ ഫാക്ടർ ആണോ? ആണ്. അപ്പൊ 2 മാത്രമാണ്, 2ഉം 1ഉം മാത്രമാണ് കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ 2 എടുത്തെഴുതി. ഇനി എന്താണ്? സ്മോളസ്റ്റ് പവർ ആണോ ഹയസ്റ്റ് പവർ ആണോ? സ്മോളസ്റ്റ് പവർ ആണ്. ഇവിടെ നോക്കി, ഇവിടുത്തെ പവർ 1 ആണ്, ഇവിടുത്തെ പവർ എന്താണ്? 2 ആണ്. അപ്പൊ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? സ്മോളസ്റ്റ് പവർ ആണ് എടുക്കേണ്ടത്. അപ്പൊ 2 മാത്രം അല്ലെ. അപ്പൊ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. 2 into 1. 1ഉം കോമൺ ഫാക്ടർ ആണ്, പക്ഷെ അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പൊ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ആണ്. അടുത്ത എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ ഹയസ്റ്റ് പവർ ഓഫ് ഓൾ ഫാക്ടേഴ്സ്. അപ്പൊ ഇവിടുത്തെ എല്ലാ ഫാക്ടേഴ്സും എടുത്തെഴുതുക. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫാക്ടർ 2 ആണ്, അടുത്ത ഫാക്ടർ 3 ആണ്, അടുത്ത ഫാക്ടർ 1 ആണ്. 1 into 1 എന്ന് പറയുന്നത് എപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പൊ എടുത്തെഴുതണം എന്നില്ല. അടുത്ത നോക്കി, 5ഉം ഒരു ഫാക്ടർ ആണ്. അപ്പൊ 2 into 3 into 5. ഇനി ഹയസ്റ്റ് പവർ ആണോ സ്മോളസ്റ്റ് പവർ ആണോ നോക്കേണ്ടത്? ഹയസ്റ്റ് പവർ വേണം നോക്കാൻ അല്ലെ. ഇവിടെ നോക്കി, 2 raised to 1, 2 raised to 2. അപ്പൊ എന്താണ്? 2 raised to 2 എടുത്ത് എഴുതുക. 3 raised to 1, ഇവിടെ 3 ഇല്ല, അപ്പൊ 3 raised to 1. ഇനി നോക്കി, 5 raised to 1, അപ്പൊ 5 raised to 1. ക്ലിയർ ആണോ? അപ്പൊ LCM എന്ന് പറയുന്നത് എന്ത് കിട്ടി? 4 into 3 into 5 എന്ന് നമുക്ക് കിട്ടി അല്ലെ. 4 into 3 into 5. 3 into 5 15. 15 into 4 60 അല്ലെ. അപ്പോ LCM എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 60 ആണെന്ന് കിട്ടി. HCF എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. അപ്പോ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണ്? verify that LCM into HCF equal to product of the two numbers. അപ്പൊ LCM-ഉം HCF-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണോ കിട്ടുന്നതെന്ന് വെരിഫൈ ചെയ്യുക. അപ്പൊ നോക്കി, LCM into HCF equal to LCM of A, B എന്ന് പറയുന്നത് 60 ആണ്. into HCF എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോ 60 into 2 എത്ര കിട്ടും? 120 എന്ന് കിട്ടും അല്ലെ. ഇനി നോക്കിയേ, വാട്ട് ഈസ് A into B? A into B equal to ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ്? 6ഉം 20ഉം ആണ് അല്ലെ. അപ്പൊ 6 into 20 എത്ര കിട്ടി? 120 എന്ന് കിട്ടി. അപ്പൊ നോക്കിയേ, രണ്ടും സെയിം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? A into B equal to LCM of A, B into HCF of A, B. ക്ലിയർ ആണോ? എളുപ്പല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2 നമ്പേഴ്സിന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം അവിടുന്ന് HCF-ഉം LCM-ഉം കണ്ടുപിടിച്ചു. HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോമൺ ഫാക്ടേഴ്സിന്റെ സ്മോളസ്റ്റ് പവർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരേ ഒരു കോമൺ ഫാക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത എന്താണ്? LCM. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എല്ലാ ഫാക്ടേഴ്സിന്റെയും ഹയസ്റ്റ് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 60 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യുക. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈക്വൽ ടു LCM ഓഫ് ദാറ്റ് നമ്പേഴ്സ് ഇൻറ്റു HCM ഓഫ് ദാറ്റ് നമ്പേഴ്സ്. അത് നമ്മൾ വെരിഫൈ ചെയ്തു. ഫസ്റ്റ് LCM ഇൻറ്റു HCF കണ്ടുപിടിച്ചു. അതിനുശേഷം ആ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടും സെയിം ആൻസർ കിട്ടി. അപ്പൊ എന്ത് മനസ്സിലായി? A into B equal to LCM of A, B into HCF of A, B. ഒരു ക്വസ്റ്റ്യനും കൂടി ഈ മോഡലിൽ ചെയ്താലോ? അടുത്തത് 12,15. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? 12ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. 12നെ 2 വെച്ചിട്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും അല്ലെ. 6നെ again 2 വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാം. എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ. ഇനി 3യെ എന്ത് വെച്ചിട്ട് ചെയ്യാം? 3 വെച്ച് തന്നെ ചെയ്യാം. അപ്പോ 1 എന്ന് കിട്ടി. അപ്പോ 12ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്ത് എഴുതാം. എന്ത് കിട്ടി? 2 into 2 into 3 into 1, റൈറ്റ്? ദാറ്റ് ഈസ് 2 into 2, 2 square into 3 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കുക? 15ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. 15 വരുമ്പോ
2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലെ? 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 5നെ എഗെയിൻ എന്ത് വെച്ചിട്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യുക? 5 വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 5 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 2 square into 3യും 3 into 5ഉം ഇതിനെ നമുക്ക് 3 raised to 1 into 5 raised to 1 എന്ന് എഴുതാം അല്ലെ? ഇവിടെ 3 raised to 1 എന്നും കൊടുക്കാം എളുപ്പത്തിന് LCM ഉം HCF ഉം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ നോക്കി ഫസ്റ്റ് എന്ത് ചെയ്യുക? HCF കണ്ടുപിടിക്കുക. HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തിന്റെ പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്? കോമൺ ഫാക്ടേഴ്സിന്റെ ലീസ്റ്റ് പവറിന്റെ അല്ലെ? സ്മോളസ്റ്റ് പവറിന്റെ. അപ്പൊ നോക്കി കോമൺ ഫാക്ടേഴ്സ് ഇവിടെ എന്തൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ് ഉള്ളത്? 2 ഉണ്ടോ കോമൺ ഫാക്ടർ ആയിട്ട്? ഇല്ല. 3 ഉണ്ടോ? ഉണ്ട്. 5 ഉണ്ടോ? ഇല്ല. അപ്പൊ 3 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് ഉള്ളൂ. ഇനി ഇവിടെ 3യുടെ പവർ നോക്കി എത്രയാണ്? 1 ആണ്. ഇവിടെ നോക്കി 1 ആണ്. അപ്പൊ നമ്മുടെ HCF എന്താണ്? 3 തന്നെയാണ് വരുന്നത്. 3 raised to 1 that is equal to 3. അപ്പൊ HCF കിട്ടി. അടുത്ത എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. LCM എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്യുക? എല്ലാ ഫാക്ടേഴ്സിന്റെയും ഹയസ്റ്റ് പവർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? അപ്പൊ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഒരു ഫാക്ടർ ആണ്, 3 ഒരു ഫാക്ടർ ആണ്, 5 ഒരു ഫാക്ടർ ആണ്. ഇനി അതിന്റെ പവർ നോക്കി ഹയസ്റ്റ് പവർ 2ന്റെ ഹയസ്റ്റ് പവർ 2 തന്നെയാണ്. 3യുടെ ഹയസ്റ്റ് പവർ 1 ആണ്. 5ന്റെ ഹയസ്റ്റ് പവർ 5 ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, 1 തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി? 4 into 3 into 5 എന്ന് കിട്ടി. 3 into 5 15. 15 into 4 again 16 നമുക്ക് കിട്ടും. അപ്പൊ LCM 16 HCF 3 എന്നും കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ റിലേഷൻഷിപ്പ് കൂടെ വെരിഫൈ ചെയ്യുക. അതായത് LCM into HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യം LCM into HCF കണ്ടുപിടിക്കുക. LCM of AB into HCF of A, B. എത്രയാണ്? LCM എത്ര കിട്ടി? 16 കിട്ടി അല്ലെ? HCF എത്രയാണ്? 3 ആണ്. 60 into 3 എത്രയാണ്? 180 അല്ലെ? ഇനി എന്ത് കണ്ടുപിടിക്കുക? പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ദാറ്റ് ഈസ് A into B ഈക്വൽ ടു A എന്താണ് ഇവിടെ? 12 ആണ്. B എന്താണ്? 15. അപ്പൊ 12 into 15. 12 into 15 എത്ര തന്നെ കിട്ടും? 180 തന്നെ കിട്ടും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 180 തന്നെ ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ എന്താണ്? ഈ റിലേഷൻഷിപ്പ് വെരിഫൈഡ് ആണ്. LCM into HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ A into B ഈക്വൽ ടു LCM of A, B into HCF of A, B. ക്ലിയർ ആണോ? സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് LCM ഉം HCF ഉം കണ്ടുപിടിക്കുക. അതിനുശേഷം LCM into HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ, പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ, പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു നമ്പർ മാത്രമേ ചേഞ്ച് ആവുകയുള്ളൂ. ഓക്കെ, വളരെ ഈസിയാണ്. ഈ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും കണ്ട് പേടിക്കണ്ട. ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതേ ഉള്ളൂ. ഈസിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് √3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കോൺട്രറി ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു √3 എന്ന് പറയുന്നത് റാഷണൽ ആണ് എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് √3 ഇറാഷണൽ ആണ് എന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നു √3 റാഷണൽ ആണ് എന്ന്. √3 റാഷണൽ ആണെങ്കിൽ നമുക്കറിയാം √3യെ A/B എന്ന് എക്സ്പ്രസ് ചെയ്തൂടെ? ആ എക്കും ബിക്കും ഒരു പ്രത്യേകതയുണ്ട്. എയും ബിയും കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും അല്ലെ? അതായത് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമായിരിക്കും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമ്മൾ √3യെ A/B എന്ന് എക്സ്പ്രസ് ചെയ്തു. വേർ ബി എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എയും ബിയും കോപ്രൈം നമ്പേഴ്സും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും?
√3b ഈക്വൽ ടു a എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് വശവും സ്ക്വയർ ചെയ്യുക. √3b ഈക്വൽ ടു a സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? √3b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. √3b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? √3 സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. √3 സ്ക്വയർ നമുക്കറിയാം, √3 ഇൻറ്റു √3 എന്താ? 3. അപ്പോ 3b സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ എന്ന് കിട്ടി. എന്നിട്ട് ഈ ഇക്വേഷനെ 1 എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ഒരു യൂസ് ഉണ്ട് ഈ ഇക്വേഷൻ കൊണ്ട്. അതുകൊണ്ട് 3b സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയറിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ബി സ്ക്വയർ എന്തായിരിക്കും? a സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഇതിന്റെ മീനിങ് എന്താണ്? 3 എന്ന് പറയുന്ന നമ്പർ a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. 3 ഡിവൈഡ്സ് a സ്ക്വയർ. ഇനി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. നോക്കി, ഇഫ് p is a prime number and p divides a square, then p divides a also, where a is a positive integer. ഒന്നുമില്ല, കേട്ട് പേടിക്കണ്ട. p എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. p a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ p aയും ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. 3 a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? 3 aയും ഡിവൈഡ് ചെയ്യും. ക്ലിയർ? 3 ഡിവൈഡ്സ് a സ്ക്വയർ. സോ 3 എന്തിനേയും ഡിവൈഡ് ചെയ്യുന്നു? എയും ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 ഡിവൈഡ്സ് a സ്ക്വയർ ആൻഡ് സോ 3 ഡിവൈഡ്സ് a. എവിടുന്ന് കിട്ടി? ബൈ തിയറം അല്ലെ. ഈ തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് 3a ഡിവൈഡ് ചെയ്യുമെന്നുള്ളത്. ഇനി നോക്കി, 3a ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3a നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഓഫ് നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് എഴുതിക്കൂടെ? എന്താണ്? 3a ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ a നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് എഴുതാം അല്ലെ. അതാണ് നമ്മൾ ഇവിടെ 3c എന്ന് എക്സ്പ്രസ് ചെയ്തത്. സിക്ക് പകരം നിങ്ങൾക്ക് ഡി ഇ എഫ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് എ ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ a ഈക്വൽ ടു 3c ഫോർ സം ഇൻഡിജർ c. ഓക്കെ, ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഫോർ സം ഇൻഡിജർ c. ക്ലിയർ? ഇനി നോക്കിയേ, a ഈക്വൽ ടു 3c നമ്മൾ വീണ്ടും സ്ക്വയർ ചെയ്യുന്നു. അഗെയിൻ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a സ്ക്വയർ ഈക്വൽ ടു 3c ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. a സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ c സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9c സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a സ്ക്വയർ ഈക്വൽ ടു 9c സ്ക്വയർ എന്ന് കിട്ടി. അതായത് a സ്ക്വയറിന്റെ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? 3b സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ a സ്ക്വയറിന്റെ സ്ഥാനത്ത് 9c സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? 3b സ്ക്വയർ ഈക്വൽ ടു 9c സ്ക്വയർ എന്ന് കിട്ടും. ഇവിടുന്ന് b സ്ക്വയറിനെ എന്തെന്ന് എഴുതാം? 9c സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം അല്ലെ. 9ഉം 3ഉം കൂടെ ക്യാൻസൽ ആയി പോവൂല്ലേ? ഇവിടെ എന്ത് വരും? 3 എന്ന് വരും അല്ലെ. അപ്പൊ b സ്ക്വയർ ഈക്വൽ ടു 3c സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. b സ്ക്വയർ ഈക്വൽ ടു 3c സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഈ 3 b സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 3 b യെയും ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ 3 ഡിവൈഡ്സ് b സ്ക്വയർ, അതുകൊണ്ട് 3 ഡിവൈഡ്സ് b ഓൾസോ. ഇതും നമുക്ക് എവിടുന്ന് കിട്ടി? തിയറത്തിൽ നിന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 3 ഡിവൈഡ്സ് a, 3 ഡിവൈഡ്സ് b. അതായത് 3 ബോത്ത് a ആൻഡ് b യെ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എയും ബിയും കോപ്രൈം നമ്പേഴ്സ് ആണെന്ന്. എന്തുകൊണ്ടാ? √3 റാഷണൽ ആണ് എന്നാണ് നമ്മൾ എടുത്തത്. അപ്പൊ എയും ബിയും കോപ്രൈം ആണ്. അതായത് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടി 3 എന്താണ്? ഒരു കോമൺ ഫാക്ടർ ആണ്. അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റല്ലേ? അപ്പൊ നമ്മൾ √3 റാഷണൽ ആണ് എന്ന് എടുത്ത അസംഷൻ
തെറ്റാണ്. അപ്പൊ √3 എന്തായിരിക്കും? റാഷണൽ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ പ്രൂഫ് ആയില്ലേ? നമ്മുടെ അസംഷൻ റോങ് ആണ്. അപ്പൊ √3 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. ക്ലിയർ ആണോ? ഇത് നല്ലപോലെ പഠിച്ചു വെക്കുക. √3ക്ക് പകരം √2 ചെയ്ത് നോക്കുക, √5 ചെയ്യുക, √7 ചെയ്യുക. എല്ലാത്തിനും ഒരേ മെത്തേഡ് തന്നെയാണ്. ഓരോ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ റാഷണൽ ആണ് എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് അതിനെ a/b എന്നപ്പോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ എയും ബിയും കോപ്രൈം ആയിരിക്കും. ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തെഴുതുക. ആ ഇക്വേഷനെ രണ്ട് വശവും സ്ക്വയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് തിയറം അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പ്രൈം നമ്പർ a² ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ എയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് തന്നെ ഒരു ഫാക്ടർ കിട്ടി, ഒരു നമ്പറിന്റെ ഫാക്ടർ ആണെന്ന് കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? അതിനെ ഒരു മൾട്ടിപ്പിൾ ഓഫ് ആ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക, അതിനെയും സ്ക്വയർ ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പ്രൂവ് ചെയ്യുക. ബിയെയും ആ നമ്പർ കൊണ്ട് ബിയെയും ആ നമ്പർ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റായിട്ട് വരും. എന്തുകൊണ്ടാ? കോപ്രൈം ആണ് എന്നുള്ളത് അവിടെ തെറ്റും അല്ലെ? അപ്പോ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് റാഷണൽ അല്ല, ഇറാഷണൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എളുപ്പമാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ, സെക്കൻഡ് LCM-ഉം HCF-ഉം, പിന്നെ അതിന്റെ ആ റിലേഷൻഷിപ്പും. എന്താണത്? LCM of A, B into HCF of A, B equal to A into B. അതായത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിന്റെയും LCM-ഉം HCF-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാനാണ്. അത് 2-3 നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് ചെയ്ത് നല്ലപോലെ പഠിക്കുക. എക്സാമിന് ഉറപ്പായിട്ടും റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് പ്രോബ്ലംസും എക്സാമ്പിൾ പ്രോബ്ലംസും നല്ലപോലെ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. താങ്ക് യു.